ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മാണിക്കുഞ്ഞെ? ഒന്നുമില്ല മാഡം. മാഡം ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഞാനിവിടെ പോവാനാ? അല്ല, വെറുതെ ചോദിച്ചു എന്നുള്ളൂ അല്ലേ സാറേ? തീർന്നോ? എന്നെപ്പോലെ ഒരുത്തി ഇനി ഈ ഭൂമിയിലില്ല. ഇനി കൃഷ്ണയില്ല, ഗാഥ മാത്രമേ ഉള്ളൂ. അയ്യോ പാപ്പ, മോളെ, എന്താ മാം, എന്തു പറ്റി? അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കൊന്നും പറ്റിയിട്ടില്ല. ആർക്ക്? ഗാഥമോൾക്ക് കൃഷ്ണയ്ക്കും. അവർ രണ്ടുപേരും ഇല്ലാതാവുന്ന ഞാൻ കണ്ടു. എന്താ മാഡം ഇത്? ഗാഥമ്മയുടെ സന്തോഷത്തോടെ കളരിക്കലുണ്ട്. കൃഷ്ണയാണെങ്കിൽ പോവുകയും ചെയ്തു. സിനി, ഗാഥമോളെ ഒന്ന് വിളിച്ചേ. അവളുടെ ശബ്ദം ഒന്ന് കേട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. വിളിക്കേ. നേരം പാതിരയായി. നവീനും ഗാഥയും ഉറങ്ങിയിട്ടുണ്ടാവും. സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. എനിക്ക് വേണ്ട. ഫോണോട് എന്താ മാം? കൃഷ്ണ വിളിച്ചിട്ട് കിട്ടുന്നില്ല. യാത്രയിലായിരിക്കും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അവക്ക്. ഇതെന്താ മോളെ, ഉറങ്ങുന്നില്ലേ? നവീൻ വൈകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. നവീൻ വരട്ടെ അമ്മേ, ഞാൻ കാത്തിരിക്കാന്ന് കരുതി. എന്തിനാ മോളെ? അവൻ വരുമ്പോ ഞാൻ വിളിക്കാം. അച്ഛൻ ദൂരേക്ക് എവിടേക്കെങ്കിലും പോയി വൈകി വരുമ്പോ അമ്മ കാത്തിരിക്കാറില്ലേ? ഉണ്ട്. അത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങള് വാപൊത്തിച്ചിരിക്കും. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഭർത്താവ് ഒരു വഴിക്ക് പോയാ വീടിനകത്ത് എന്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യാ, എവിടെയാന്നൊക്കെയുള്ള ചിന്തകളാ. ഇപ്പോഴത്തെ ഈ മൊബൈൽ സൗകര്യമൊന്നും അന്നില്ലല്ലോ. അവസാനം കാത്തിരിക്കുമ്പോ ഒരു ബെല്ല് കേക്കും. ഓടിച്ചെന്ന് നോക്കുമ്പോ ആളിതാ മുന്നിൽ നിൽക്കുന്നു.
അപ്പോഴാ ഒന്ന് ശ്വാസം വീഴുക. പിന്നെ വിളിച്ചിരുത്തി ഭക്ഷണവും കഴിപ്പിച്ച് സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും. ഞാനേ അമ്മയുടെ ഓൾഡ് ജനറേഷന്റെ ചില കാര്യങ്ങളൊക്കെ കടമെടുക്കാൻ പോവാ. ഇനി മുതല് നവീൻ എവിടെ പോയാലും നവീൻ വന്നതിന് ശേഷം, നവീൻ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് അത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കാം. അപ്പൊ ഞാനും ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയാവുമല്ലോ. സ്നേഹം കാണിക്കാനേ പല രീതികളുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരാരാണോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച രീതിയിലാണ് ചെയ്യേണ്ടത്. കുറച്ച് നാള് കഴിയുമ്പോ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ബോധ്യപ്പെടും. അപ്പോഴാ ഏതൊക്കെ വാക്കുകൾ പരസ്പരം പറയാം, എന്തൊക്കെ വാക്കുകൾ പരസ്പരം പറഞ്ഞുകൂടാ എന്നൊക്കെ നമ്മളൊരു തീരുമാനത്തിലെത്തുക. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാ ലോകത്തിലുള്ള എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും. അമ്മേ, ദേ നവീൻ വന്നു. വെൽക്കം ബാക്ക്. എന്താ മണിക്കുഞ്ഞെ? ഒന്നുമില്ല മാഡം, മാഡം ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഞാനിവിടെ പോവാനാ? അല്ല, വെറുതെ ചോദിച്ചു എന്നുള്ളൂ. അല്ലേ സാറേ? താനാ മരുന്ന് പോവാൻ നോക്ക്. എന്താ സാറേ? മരുന്നോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്ത് പറ്റി മാണിക്കുഞ്ഞിന്? ഏയ് ഒന്നുമില്ല. അയാളെപ്പോഴും അങ്ങനെയല്ലേ, ഏതൊരു സാഹചര്യത്തിലും തമാശയായിട്ടല്ലാതെ അയാളെ കണ്ടിട്ടുണ്ടോ? നവീൻ, ഗാഥമോളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? എന്നോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇന്നു മുതല് നീ ദൂരെ എവിടെയെങ്കിലും പോയാൽ നീ തിരിച്ചെത്തിയിട്ട് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുള്ളൂ, എന്നിട്ടേ ഉറങ്ങത്തുള്ളൂന്ന്. അമ്മയുടെ നിർബന്ധമാണോ? ഏയ് നോ 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 നോ. അമ്മ പോയി കിടന്നോളാനാ എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടാ പറഞ്ഞേ. എന്തായാലും ആളെത്തിയല്ലോ. ഇനിയിപ്പൊ നവീൻ പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങ. അമ്മ പോട്ടെ മോളെ. നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? ചെല്ല്. താനിന്ന് വല്ലാതെ സുന്ദരിയായിട്ടുണ്ട്. സത്യം? അതേടോ, എന്തോ ഒരു വല്ലാത്ത ചന്തം. അപ്പൊ ഒരു കാര്യം ചെയ്, പോയി കുളിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് ഞാൻ നവീന് ഭക്ഷണം വിളമ്പിത്തരാം. എന്നിട്ട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? എന്നാലും പറയടോ. എന്നിട്ട് ഒന്ന് പോയേ അവിടുന്ന്.